വാക്കുകൾ കണ്ടില്ലേ? മക്കളെ കൊണ്ടുപോകാനായിട്ട് ഓപ്പൺ ജീപ്പിലൊക്കെയാണ് അവർ വന്നത്. വലിയൊരു ആഹ്ലാദ പ്രകടനത്തോടുകൂടി കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. കാരണം മക്കൾ വലിയൊരു കടമ്പ വിജയിച്ച് നിൽക്കുകയാണ്. മക്കൾ തങ്ങളെപ്പോലെ തന്നെയാണ്, അല്ലെ തങ്ങളുടെ പാരമ്പര്യം പിന്തുടരും എന്നുള്ളൊരു സന്തോഷത്തിൽ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ആഹ്ലാദിച്ച് അങ്ങോട്ട് പോയിരിക്കുകയാണ് മകനെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ കോടതി വിധി ഇന്നുണ്ടാവും. ഷഹബാസിൻ്റെ അച്ഛൻ ഇപ്പോഴും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ കോടതിയുടെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടും എന്നുള്ളത്. സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് കിട്ടില്ല എന്തായാലും. കോടതി ഇതിനെ ന്യായമായ വിധി വിധിക്കുമെന്ന് ആ ഒരു അച്ഛന് നല്ല വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം നമ്മുടെ കോടതി തകർക്കാതിരിക്കട്ടെ. ഇന്ന് 11 മണിയാകുമ്പോൾ വിധി അറിയാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും അറിയില്ല എന്താണ് വിധി വരിക എന്നുള്ളത്. വിധി എന്തായാലും അനുകൂലമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എനിക്കൊരു ഉറപ്പുമില്ല വിധി അനുകൂലമായിട്ട് വരുമെന്നുള്ളത്. കാരണം ഇവരുടെ ഈ പറയുന്ന കുടുംബ പശ്ചാത്തലം നല്ലതാണ്. ഈ കുറ്റവാളികൾ പറഞ്ഞത് 6 പേര് കുറ്റവാളികൾ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന ജുവനൈൽ ഹോമിൽ കിടന്ന ദിവസങ്ങൾ ഞങ്ങളുടെ ശിക്ഷയായിട്ട് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇളവ്